റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ഒരാളും സ്വർഗ്ഗത്തിലെത്തൂല, ഹത്താ തുഅ്മിനൂ, നിങ്ങൾ നന്നായി വിശ്വാസികളാകാതെ നിങ്ങൾക്ക് സ്വർഗം സാധ്യമല്ല. അതുകൊണ്ട് തൗഹീദിന്റെ യഥാർത്ഥ ഈമാനികമായ ഭാഗത്തേക്ക് കടന്നു വരണം. ബാപ്പക്കാരണവന്മാർ എന്തൊക്കെയോ വിശ്വസിച്ചു, എന്തൊക്കെയോ ചെയ്തു, അതിന്റെ ശരിതെറ്റുകൾ ഇന്ന് പഠിക്കാൻ അവസരമുണ്ട്. ഭൂരിഭാഗം ജനങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതാണ് ഈമാൻ, അതാണ് ഇസ്ലാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ പഠിച്ചോളൂ, അള്ളാന്റെ ഖുർആൻ പഠിക്ക്. ഈമാൻ എന്ന തൗഹീദിന്റെ ഭാഗം ശരിയാവാതെ ഒരാൾക്കും സ്വർഗത്തിലെത്താൻ കഴിയൂല എങ്കിൽ അതാണ് ഒരുക്കി വെക്കേണ്ടത്. രണ്ടാമത്തേത്, ഒരിക്കലും ശിർക്കില്ലാതെ ജീവിച്ചു മരിക്കലാണ്. എത്ര സന്ദർഭങ്ങൾ നമ്മൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലഖിയ അല്ലാഹ, ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടുന്നു, ലാ യുശ്രികു ബിഹി ശൈആ, ഒരിക്കലും ശിർക്ക് ചെയ്യാതെ നാളെ പരലോകത്ത് അല്ലാഹനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. അതിന്റെ അനവധി ഭാഗങ്ങൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. സംശയമുള്ളവർ അത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത് ഉലമാക്കന്മാർ പറയുന്നത് ഷഹാദത്ത് ഉച്ചരിച്ചു മരിക്കാൻ കഴിയലാണ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് മുമ്പ് കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ കാര്യം അൽ ഇസ്തിഖാമ, വിശ്വാസത്തോടെ ഈമാനോടെ നല്ല പോലെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കലാണ്. ആടിക്കളിക്കുന്നവനല്ല, സംശയത്തിൽ ജീവിക്കുന്നവനല്ല. കുറച്ചു കാലം നല്ലോനായി ജീവിക്കുക, കുറച്ചു കാലം മോശമായി ജീവിക്കുക. ഉള്ള ഈമാനിനെ പടച്ചറബ് പഠിപ്പിച്ച ഇസ്ലാമിനെ ശരിയാവണ്ണം പാലിച്ച് പൂർത്തിയായ ഈമാനോടെ ഉറച്ചു നിൽക്കലാണ് ഇസ്തിഖാമത്ത്. അവർ മരിക്കുമ്പോൾ തന്നെ മലക്കുകൾ അവരുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവരോട് പറയുന്ന വാക്ക്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഇസ്തിഖാമത്തോടെ ഉറച്ച് നിലക്കൊണ്ട് ജീവിച്ചാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുത്ത് മലായികത്തുകൾ ഇറങ്ങി വരും. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. മരണത്തിന്റെ വെപ്രാളത്തിൽ, മരണത്തിന്റെ ബേജാറിൽ, സക്കറാത്തിന്റെ വേദന കൊണ്ട് പൊളയുന്ന സമയത്താ പറയുന്നത്, അല്ലാ തഖാഫൂ, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. വലാ തഹ്സനൂ, നിങ്ങൾ ഒരു നിലക്കും ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിൽ വിഷമവും വിചാരിക്കണ്ട. എന്നിട്ട് അവരോട് പറയാണ്, അബ്ശിറൂ, നിങ്ങൾ മരിക്കുന്നതിൽ സന്തോഷിച്ചോളൂ. ബിൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കാത്തുവച്ചിരിക്കുകയാണ്. അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ദുനിയാവെന്ന് അല്ലാഹ് തരുന്ന് പറഞ്ഞതാണ്. ഇത് കളവല്ല, ഇത് സത്യമാണ്. മരിക്കുമ്പോൾ മലായികത്തുകൾ വന്നവരോട് ആശീർവാദങ്ങൾ പൊഴിച്ചുകൊണ്ട് അവരുടെ റൂഹങ്ങ് പിരിച്ചു കൊണ്ടുപോകും. ഇസ്തിഖാമത്തിൽ ഉറച്ച് നിലകൊണ്ട് സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കലാണ്. വിശദീകരിക്കുന്നില്ല. 5 അമലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ വേണം. അമലുസ് സാലിഹാത്തുകൾ നമ്മുടെ കയ്യിൽ വേണം. നല്ല ഈമാനുണ്ട്, ഇസ്തിഖാമത്തുണ്ട്, നല്ല തൗഹീദോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ കൂടെ സദഖ വേണം, ഖുർആൻ പാരായണം വേണം, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് വേണം, സൽസ്വഭാവത്തിന്റെ ഉടമകളാവണം, ദാമ്പത്യ ജീവിതം മനോഹരമാകണം, മാതാപിതാക്കളോടുള്ള നല്ല പരിചരണം വേണം. ഒട്ടനേകം സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് ഒരുങ്ങണം. ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും സത്യവിശ്വാസികൾ, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, ഈമാനും സൽക്കർമ്മങ്ങളും ഉണ്ടെങ്കിൽ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, അവർക്ക് സ്വർഗത്തിന്റെ ഫിർദൗസ് വിരുന്നു സൽക്കാരം അല്ലാഹ് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഒന്ന് സ്വയം പരിശോധിക്ക്. എത്ര കൊല്ലമായി നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറയുന്നു. ഒരു മുസ്ലിമിനുണ്ടാകേണ്ട സൽക്കർമ്മങ്ങളുടെ വലിയ വലിയ ലഗേജുകൾ നമ്മുടെ കയ്യിലുണ്ടോ? ഒരു പേജ് ഖുർആൻ ഓതുന്ന ശീലം നമുക്കുണ്ടോ? 10 രൂപ സ്വതക്ക ചെയ്യുന്നത് പതിവാക്കുന്ന ശീലമുണ്ടോ? രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടോ? സുന്നത്ത് നമസ്കാരങ്ങൾ പാലിക്കാറുണ്ടോ? കുടുംബ ബന്ധങ്ങൾ ചേർക്കാറുണ്ടോ? ദാമ്പത്യ ജീവിതം മനോഹരമാക്കാറുണ്ടോ? മക്കൾക്ക് ദീന് കൊടുക്കാറുണ്ടോ? ഇങ്ങനെ എത്ര സൽക്രമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവർക്കാണ് സ്വർഗം. അവർക്ക് വേണ്ടി സാധാരണ സ്വർഗമല്ല പറഞ്ഞത്, ജന്നാത്തുൽ ഫിർദൗസി നുസുലാ, സ്വർഗത്തിന്റെ 100 തട്ടുകളിലെ ഏറ്റവും മുകളിലുള്ള അമ്പിയാക്കന്മാര്, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കന്മാര്, സ്വാലിഹീങ്ങൾ താമസിക്കുന്ന ഉന്നതമായ ഫിർദൗസാണ് സൽക്കർമ്മകാരികളെ കാത്തിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷ.
നമുക്കവിടേക്കാവണം നമ്മുടെ പ്രാർത്ഥന, അവിടെ ആയിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഉലമാക്കന്മാർ ആറാമത് പറയാണ്, ഖൗഫുല്ലാഹ്, നീ സ്വർഗം കാണണം, സ്വർഗത്തിൽ എത്തണമെന്ന് കൊതിക്കുന്ന വിശ്വാസിയാണോ, ഒരുങ്ങണം കേട്ടോ. അള്ളാഹുവിനെ നല്ല പേടിയുള്ളവനായി നീ മാറിക്കോ. ഇന്നത്തെ കാലം എന്താണ്? ആളുകളെ പേടിയില്ല, പോലീസിനെ പേടിയില്ല, നിയമങ്ങൾ പേടിയില്ല, ബന്ധങ്ങളെ പേടിയില്ല, അള്ളാനെ പേടിയില്ല. യാതൊന്നുമില്ലാതെ ജീവിക്കുന്നവർക്ക് എങ്ങനെയാണ് തിന്മയിൽ നിന്ന് മാറിക്കാൻ കഴിയുക? തിന്മകളാകുന്ന സകലത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ ഞാനൊരു പടച്ചോന്റെ അടിമയാണ്, എന്നെ പടച്ചോൻ കാണുന്നുണ്ട്, എന്റെ പടച്ചോന്റെ അടുത്തേക്ക് ഞാനൊരു യാത്ര പോകാറുണ്ടെന്ന പേടിണ്ടെങ്കിലേ അയാൾക്ക് മാറിക്കാൻ പറ്റുള്ളൂ. ലഹരിയുടെ വിവിധങ്ങളായ പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പോ എത്ര പെട്ടെന്നാണ് ജനങ്ങൾ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന സാധുക്കളായ മനുഷ്യരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ കൊടുത്തയക്കുന്ന പാർസൽ പെട്ടികളിൽ പോലും പാവപ്പെട്ട പ്രവാസികളെ ഊരാക്കുടുക്കിലേക്ക്, നാശത്തിലേക്ക് നയിക്കുന്നത് ഈ ലഹരിയുടെ മാരകമായ വേർഷനുകൾ പുതിയ തലമുറയിൽ ഒരു പേടിയുമില്ലാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഖൗഫുല്ലാഹ്, പടച്ചോനെന്ന പേടില്ലാത്തൊരു കൗം ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹ ആഭാസങ്ങൾ എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ ജില്ലയിൽ പാഠം പഠിപ്പിച്ചു. എന്തൊക്കെ നിലക്കുള്ള ചർച്ചകൾ നടന്നു, എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ നമ്മുടെ സമുദായത്തെ വീണ്ടും വീണ്ടും നാറ്റിപ്പിച്ച് നശിപ്പിച്ച് കുത്തുപാളയം എടുത്തേ അടങ്ങൂ എന്ന് ചെറുപ്പക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാശം എവിടേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ വായിക്കേണ്ടത്. ആരെയും പേടിയില്ലാത്ത, കൂസലില്ലാത്ത താന്തോനിത്തത്തിന്റെ ജീവിത കെട്ടുകളുമായി നടക്കുക. അള്ളാന്റെ സ്വർഗന്മാർക്കാ കൊടുക്കുന്നത്. അള്ളാന്റെ സ്വർഗം കൊടുക്കുന്നത് അള്ളാനെ പേടിക്കുന്ന ആളുകൾക്കാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുള്ളവർക്കാണ്. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഖാലിദീന ഫീഹാ അബദാ, സ്വർഗത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ശാശ്വതരായി അവിടെ ജീവിക്കും. താഴ്ഭാഗത്തു കൂടി അരുവി ഒഴുകുന്ന സ്വർഗം അവർക്ക് കൊടുക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു അവർ തൃപ്തിപ്പെട്ടവരാണ്, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്. ആരാണവർ? ദാലിക ലിമൻ ഖശിയ റബ്ബ, അവർ അവരുടെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചവരായിരുന്നു. ആരും അറിയില്ല, ആരും കാണില്ല, എന്റെ റബ്ബ് കാണുമെന്ന പേടി കൊണ്ട് തിന്മയിൽ നിന്ന് മാറുന്നവരാണ്. എന്റെ പടച്ചോന്റെ കോടതിയിൽ ഞാൻ കണക്ക് ബോധ്യപ്പെടുത്തണമെന്ന ബോധ്യത്തോടെ ഹറാമെന്ന് വിട്ടുന്നവനാണ്. സാമ്പത്തിക മേഖലയിലും ജീവിത മേഖലയിലെല്ലാം വേറെ ഒന്നുമില്ല, എന്റെ റബ്ബ് കാണുമെന്ന ഭയത്തോടെ ജീവിതത്തെ ക്രമീകരിച്ചവർക്കാണ് സ്വർഗം. മറ്റൊരായത്തിൽ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണെന്ന പേടിയുള്ളവർക്ക് രണ്ട് സ്വർഗമാണ് കാത്തിരിക്കുന്നത്. അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫിദ്ദുനിയ, ഒന്ന് ദുനിയാവിലാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാ നിലക്കുമുള്ള സന്തോഷം കൊടുക്കും, നിർഭയത്വം കൊടുക്കും, ഒരു പ്രത്യേക ആനന്ദമുള്ള ദുനിയാവിൽ ഇട്ടുകൊടുക്കും. മറ്റൊരു സ്വർഗത്തിന്റെ കാഴ്ച നാളെ പരലോകത്തവന് കൊടുക്കുകയും ചെയ്യും. ആർക്ക്? ഖാഫ, അല്ലാഹനെ പേടിക്കുന്ന ആളുകൾക്ക്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ, അള്ളാന്റെ മുമ്പിൽ ഞാൻ നിൽക്കണമെന്ന് പേടിച്ച് സ്വന്തം മനസ്സിൽ തോന്നുന്ന തെറ്റായ ഇച്ഛകൾക്കെതിരെ ജീവിച്ചാൽ, താന്തോന്നിയാകാതിരുന്നാൽ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന് സ്വർഗമാണ് സങ്കേതം, അവർക്കാണ് സ്വർഗം. ഏഴാമത്തെ കാര്യം വസ്സബ്റു വത്തവക്കുൽ, അല്ലാഹുവിലുള്ള ക്ഷമ, അല്ലാഹുവിലുള്ള തവക്കുൽ ഉണ്ടാക്കുക. പറയാൻ എളുപ്പമുള്ള രണ്ട് വാക്കാട്ടോ, സബ്ർ, തവക്കുൽ. പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ എന്ത് സിമ്പിളാണെന്നറിയോ? ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോ ഒന്നായി ഒന്നായി ഇങ്ങനെ മേലേക്ക് പതിക്കുമ്പോ ക്ഷമ നശിക്കുന്നവരായി മാറരുത്. അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം അള്ളാഹ് ഇഷ്ടപ്പെടാത്ത തവക്കുലിന്റെ രീതികളിലേക്ക് പോകാത്തവനാകണം, അവർക്കാണ് സ്വർഗം. അള്ളാഹുവിന്റെ ഖുർആൻ അവർ ചില ആളുകളെ കുറിച്ച് പറയാണ്, അവർക്ക് അള്ളാഹുവിന്റെ അടുത്ത് സ്വർഗത്തിലെ മാളികകൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഖുറഫാ, അവർക്ക് സ്വർഗത്തിലെ മാളികകൾ നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ആരാണവർ? അല്ലദീന സ്വബറൂ, അവർ ക്ഷമിക്കുന്നവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ,
അല്ലാഹുവിൽ എല്ലാ കാര്യത്തിനും തവക്കുലോടെ ജീവിക്കുന്നവരാണ്. നമ്മൾ ആരെ തവക്കുലാക്കണം? മരിച്ചുപോയവരെ തവക്കുലാക്കണോ? നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്തവിടുത്തെ തവക്കുലാക്കണോ? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്തവനെ നിങ്ങൾ തവക്കുലാക്കുക. അല്ലാഹുവേ പറഞ്ഞത്. നാളെ സ്വർഗത്തിന്റെ കവാടങ്ങൾ കടന്ന് 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടുത്ത വിചാരണയാണ് പരലോകത്ത്. 70,000 ആളുകളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ പാതയിലേക്ക് കടക്കാൻ പറ്റും. അവരുടെ ഗുണം പറഞ്ഞു, വഅലല്ലാഹി യതവക്കലൂൻ, അല്ലാഹുവിൽ അടിയുറച്ച തവക്കുലിന്റെ വക്താക്കളാണ് അവർ. എത്ര ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും? നമ്മളോട് ചോദിക്കുക, ഈ ഗുണം എനിക്കുണ്ടോ? 8 തഖ്വ. റമദാനിലും പരിശുദ്ധ റമദാനിന്റെ സന്ദർഭത്തിലും ദുൽഹിജ്ജയിലും ഒക്കെ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞിരുന്ന വാക്കായിരുന്നു തഖ്വ, തഖ്വ. അതെന്താണ്? നന്മകളിൽ മുന്നേറാനുള്ള മനസ്സ്, മടിയില്ലാതെ അലസതയില്ലാതെ മുഷിപ്പ് തോന്നാതെ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് കുതിക്കാനുള്ള മനസ്സ്, ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, ഹറാമുകളിൽ തിന്മകളിൽ അല്ലാഹുവിനെ പേടിച്ച് വിട്ടുനിൽക്കാനുള്ള മനസ്സ്, ഇതിനാണ് തഖ്വ. നാളെ അള്ളാഹുവിന്റെ പരലോക കോടതിയിൽ സ്വർഗത്തിലെത്തുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്താനുള്ള കാരണം പറഞ്ഞത് തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവവും തഖ്വയുമാണ്. നല്ല സ്വഭാവത്തിന്റെ വക്താക്കൾക്കാണ് സ്വർഗം. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ജനങ്ങൾ പറയാൻ പാടില്ല, അയാൾ എന്ത് നിസ്കാരക്കാരനായിട്ടെന്താ, അയാൾ എന്ത് താടിണ്ടായിട്ടെന്താ, അയാളിപ്പോൾ പള്ളിയിൽ പോയിട്ടെന്താ, ബടക്ക് സ്വഭാവമാണ് അയാളെന്നും നമ്മളെക്കുറിച്ച് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. തഖ്വയുള്ള മനുഷ്യർക്കാണ് സ്വർഗമുള്ളത്. അവരെയാണ് അതിന് കാത്തിരിക്കുന്നത്. തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ, തഖ്വ പാലിക്കുന്നവർക്കാണ് അനന്തരമായ സ്വർഗം കൊടുക്കുന്നത്. ലാകിനല്ലദീന തഖൗ റബ്ബഹും ലഹും ഖുറഫും മിൻ ഫൗഖിഹാ ഖുറഫുൻ, ചില ആളുകളുണ്ട് അവർക്ക് സ്വർഗത്തിന്റെ മാളികകളുണ്ട്. അവർ അല്ലാഹുവിൽ തഖ്വ പാലിച്ച് ജീവിച്ചവരായിരുന്നു. നമ്മൾ ദുനിയാവിൽ ഏറ്റവും കൊതിക്കുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ. മനുഷ്യന്മാർക്ക് ദുനിയാവിൽ സ്ത്രീകളോട് ഭയങ്കര മഹബത്തായിരിക്കും. പെണ്ണ്, വൽബനീൻ, സന്താനങ്ങൾ. മനുഷ്യന്റെ വീക്ക്നെസ്സുകളെ പറ്റി പറയാണ്. ഭാര്യ, സ്ത്രീകൾ, ബനീൻ, സന്താനങ്ങൾ. ദുനിയാവിൽ എന്ത് വലിയ സ്ഥാനമാണ്. അവിടെ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വരാനിരിക്കുന്ന 10 തലമുറക്ക് തിന്നാൻ മാത്രമുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിക്കുന്നവരെ നമ്മൾ. കൂമ്പാരക്കണക്കിന് സ്വർണവും വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവർ. നല്ല ചേലൊത്ത കുതിരകൾ, നമ്മുടെ നാട്ടിലെ അടിപൊളി കാറുകൾ, ആഡംബര കാറുകൾ. നല്ല സമ്പത്താകുന്ന കൃഷി സാധനങ്ങൾ, കന്നുകാലികൾ. വൽ ഹർസി, കൃഷിഭൂമികൾ. ഇതൊക്കെ അള്ളാഹു പറയാം, ഇതൊക്കെ മനുഷ്യന്മാർക്ക് ദുനിയാവിൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. അറിഞ്ഞോളിയും, ഇതൊക്കെ ദുനിയാവിലെ ചെറിയ സുഖങ്ങളും മാത്രമാണ്.